മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തി. ഇന്നലെ അന്തരിച്ച മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം കുടവൻമുകളിലെ വീട്ടിലാണ് ഉള്ളത്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. സനിസ, മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തിയത്? അമൃത, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ നടൻ മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ വീട്ടിൽ എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കൂടാതെ വിവിധ മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, ടി ശശീന്ദ്രൻ, സജി ചെറിയാൻ തുടങ്ങിയ മന്ത്രിമാരും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കൂടാതെ വിവിധ രാഷ്ട്രീയ നേതാക്കളും സിനിമാ മേഖലയിലെ പ്രമുഖരും മോഹൻലാലിന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള എം ജി ശ്രീകുമാർ, പ്രിയദർശൻ തുടങ്ങിയവരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ പൊതുദർശനം തുടരുകയാണ്. 4 മണിയോടെയാണ് മുകളിലെ വീട്ടുവളപ്പിൽ ഇത്തരത്തിൽ മോഹൻലാലിന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 4 മണിയോടെ അച്ഛന്റെയും അതുപോലെ തന്നെ സഹോദരൻ പ്യാരിലാലിന്റെയും ഒപ്പം തന്നെയാണ് അമ്മയ്ക്കും സംസ്കാര ചടങ്ങുകളൊക്കെ അതേ സ്ഥലത്ത് തന്നെയാണ്. അവർക്കൊപ്പമാണ് അമ്മയും അന്തി ഉറങ്ങാൻ പോകുന്നത്. ഇത്തരത്തിൽ ഓർമ്മകൾ, മോഹൻലാലിന്റെ ചെറുപ്പം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം തുടരുന്നത്. ഇവിടെയാണ് തിരയോട്ടം എന്ന ആദ്യ സിനിമയുടെ ചിത്രീകരണം അടക്കം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊക്കെ കൂട്ടുകാർക്കൊപ്പം ഈ സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് അമ്മയായിരുന്നു ഇവർക്ക് ഭക്ഷണവും മറ്റുമൊക്കെ എല്ലാവിധ സപ്പോർട്ടും സഹായവും നൽകിയിരുന്നത്. അമ്മകളൊക്കെ പലപ്പോഴും മോഹൻലാൽ പല ഇന്റർവ്യൂകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 10 വർഷത്തോളമായി സ്ട്രോക്കിനെ തുടർന്ന് മോഹൻലാലിന്റെ അമ്മ ചലനശേഷി ഇല്ലാതെ തുടർന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറെക്കാലം ഇവിടെ തന്നെ പൂജപ്പുരയിലെ വീട്ടിൽ തന്നെ ആയിരുന്നു അമ്മ തുടർന്നിരുന്നത്. എന്നാൽ പിന്നീട് കൊച്ചി അമൃതയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് മാറുമായിരുന്നു. ഇവിടെ ഒട്ടേറെ ജനങ്ങളും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് അമൃത കാണാൻ കഴിയുന്നത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.